റെഡിയാണോ? റെഡിയാന്ന് പറഞ്ഞാലേ നമ്മള് പോളൂ. റെഡിയാണോ? എവിടെയാ പോണ്ടിയെ പറയും? എങ്ങോട്ടാ പോണ്ടിയെ? ചെടി പൂത്തോന്ന് നോക്കിയൊക്കെ. നമ്മുടെ മത്തൻ എവിടെ നിന്നോ? മത്തൻ ചെടി പൂവിട്ടിട്ടുണ്ടോ? നമുക്ക് നീ നോക്കാം. പൂച്ച പിടിച്ചോ നീ? ഇതാ മത്തനൊക്കെ പൂവിട്ടിട്ടോ. എല്ലാ ചെടിയും കുറച്ചൊക്കെ വലുതായി വരുന്നുണ്ട്. ഇത് ചീരയാണ്. പിന്നെ ഒരു മത്തന് രണ്ടെണ്ണം കാ പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഇതാ മൂടി വെച്ചിരിക്കുക. പിന്നെ ബാ പോവാ അതൊക്കെ വേസ്റ്റിൽ കളയാൻ വേണ്ടി എടുക്കുക. എന്നാ പോരെ. ഉമ്മക്ക് ജനൽ തുറക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ, മുരിങ്ങ പൂത്ത് നിൽക്കുകയാണ്. ഇവിടെ മുരിങ്ങയും കരിവേപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കും. നൂനെ അങ്ങോട്ട് പോവാണേ, ഇങ്ങോട്ട് പോവാ. അപ്പം ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് പോവാണ്. ഉമ്മ വേറെ നടക്കാൻ പോയിട്ട്. ഉമ്മ വീഡിയോയിൽ വരാൻ ഇച്ചിരി മടിയാണ്. അതുകൊണ്ട് ഉമ്മ നടക്കാൻ പോയി. ഉമ്മ എന്നാ നടക്കാൻ പോകും കേട്ടോ. ഞങ്ങൾ എന്നൊന്നും പോകില്ല, ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ സമയത്തോളം ഉറങ്ങും. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് ഈവനിങ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നൂനോ എന്താ പറയാനുള്ളത്? പോവാം നമുക്ക്. നമ്മളെവിടെയാണ് പോണത്? എവിടെയാ? മണിവേസോ? എവിടെ? ആ കയറി നടക്കണേ. കയറി നടന്നില്ല എന്താ പറ്റുക? മൂന്നത് വേസ്റ്റ് കളയാൻ എടുത്തല്ലേ. എന്താ തപ്പണേ? ആ ബാ നമുക്ക് പോവാം. നമുക്ക് ബീച്ച് എത്തണ്ടേ? അപ്പോൾ ബീച്ച് തൊട്ടടുത്തായിട്ട് തന്നെ എപ്പോഴൊന്നും പോകില്ല, ഇടയ്ക്കൊക്കെ പോവുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ അടുത്താട്ടോ ബീച്ച്. ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ ഞാൻ അധികം വീഡിയോസ് പോകുന്ന വഴിയൊന്നും കാണിക്കാത്ത നൂനെ മാനേജ് ചെയ്യാൻ വണ്ടിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അവധിയായിട്ട് എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നൂന് ഹാപ്പി അല്ലേ? നൂന് മാസ്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഓടുന്നുണ്ട്, കൈവിട്ടിട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാത്തത്. ഞങ്ങൾ എപ്പോഴും ഒന്നും വരില്ല, ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചായ കാപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമാണ്. ബാ, ഇത് കൊമാനീസിൻ്റെ വീടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. അവനൊരു പൂച്ച ഇരിക്കുന്നതാ. പൂച്ച പേടിച്ചോടി. എടാ അതിനെ പേടിപ്പിക്കല്ലേ. ബാ ബാ ബീച്ചെത്താനേ ബാ. നാട്ടിലെ ആര്യവേപ്പാണ്, നോക്കിക്കോ. ഇതിനേക്കാളും വലിയ മരങ്ങളായിരിക്കും നമ്മുടെ ആര്യവേപ്പൊക്കെ. ഇവിടെ നന്നായിട്ട് ആര്യവേപ്പ്, അതുപോലെ തന്നെ മുരിങ്ങ പൂത്ത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരത് കഴിക്കലില്ലെന്ന് തോന്നുന്നു. കാരണം പൂത്ത് കായും ഉണങ്ങി ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ ദാ മലയൊക്കെ എടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. ഈ മല മുറിച്ച് ആണ് ഇവിടെ മിക്ക റോഡുകളും, ഉള്ളിലേക്കുള്ള റോഡുകളൊക്കെ പുതിയതായിട്ട് ഈ മല ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഫ്ലാറ്റുകളും ഒക്കെ വരുന്നത്. ഇല്ല പതുക്കെ ആ ഇറങ്ങിക്കോ. ആ ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ച്. സൺസെറ്റൊക്കെ ആവാനായി. അയ്യോ മുട്ടിയില്ല. തൊട്ടടുത്തുള്ള ബീച്ചായിട്ട് ഒരു 10 മിനിറ്റ്സ് 10 മിനിറ്റേ ഉള്ളൂ നമുക്ക് ഈ ബീച്ചിലേക്ക്. നടന്ന് എന്നും വേണമെങ്കിൽ വരാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്നും കൊണ്ടുവരലില്ല, എന്നും ഇറങ്ങലില്ല, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരലുണ്ട്. പിന്നെ വേറൊരു ഭാഗമുണ്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നത്, കുറച്ച് അപ്പുറത്തേക്കാണ്. അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമുണ്ട്. ഇവിടെ അങ്ങനെയില്ല, നമുക്ക് നടന്നു വരാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഓള് വരുന്നില്ല അവിടുന്ന്, ഞാൻ കുടുങ്ങിയതാ തോന്നുന്നത്. ആയിട്ട് ഒരാൾ ചൂണ്ടയിടുന്നുണ്ട്. ഇവിടുന്ന് കാണാൻ കഴിയൂല, കുറച്ച് ദൂരത്തായിട്ട്. നമ്മൾ ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഇട്ട് അവർ വിൽക്കും, നല്ല ഫ്രഷായിട്ട്. നമുക്ക് അവിടെ നിന്ന് അത് വാങ്ങാനും കഴിയും. ഇത് അവരുടെ ഫിഷിങ് ഏരിയ ആണ്. ബോട്ടൊക്കെ കാണാം. അവരുടെ തന്നെ വീടുകളുമാണ്.
അവരുടെ കുട്ടികളാണത് അവിടെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല സന്ധ്യയായി. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ലൈറ്റ്സ് ഉണ്ടാവും, എല്ലായിടത്തും ലൈറ്റ്സ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല, നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം. രാത്രി എല്ലാവരും കയറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സന്ധ്യ രാത്രിയായി, ഏകദേശം ലൈറ്റ് ഇതായി. 5:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ, 5:45 ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ലൈറ്റ്സ് ഇപ്പോൾ പെട്ടെന്ന് ഇതാവും, പെട്ടെന്ന് ഇത് സൺസെറ്റ് ആവും. അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നൂനുവിനെ ഞാൻ എങ്ങനെയും ഒന്ന് പാക്കപ്പ് ചെയ്യണം. എവിടെ അതാ പോന്നു. ഇതിനെ കൊണ്ടാൻ ഒരു വഴിയുമില്ല, എല്ലാവരും കയറിയിട്ടുണ്ട്. വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ, ഒന്നും കൂടി ഒന്ന് ശ്രമിക്കട്ടെ എന്തായാലും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബായ്. ഇവിടെ നല്ലതായിട്ട് നീറ്റായിട്ട് കിടക്കാൻ കാരണം തന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ വേസ്റ്റ് ബിൻസ് നല്ല റെഗുലർ ഇൻ്റർവെല്ലിൽ നമുക്ക് വേസ്റ്റ് ബിൻസ് ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് വേസ്റ്റുകളൊക്കെ ആരും അങ്ങനെ വെളിയിലൊന്നും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവന് ബാ, പൂച്ചയെ പേടിപ്പിക്കലാണ് അവളുടെ മെയിൻ പരിപാടി. ബാ ഇരുട്ടി ബാ, പോയേക്കാം നമുക്ക്. പൂച്ച എങ്ങനെ സൗണ്ട് ഉണ്ടാക്കാം? നൂന് കിട്ടാ സങ്കടം ഒന്ന് അഭിനയിച്ചേ. സങ്കടം എങ്ങനെ? പൂച്ചേനെ കണ്ടിട്ട് ഓടിക്കവള്. നൂന പാവല്ലേ പൂച്ച. വാ. നമ്മൾക്ക് പകൽ പോലെ തന്നെ ഇവിടെ നടക്കാൻ രാത്രിയും സേഫ് ആട്ടോ. കണ്ടോ, ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ടാവും. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നവരും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ രാത്രിയായി അങ്ങനെ ഇരുന്നില്ല. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമുക്ക് കളയാട്ടോ.